എങ്ങനെ മച്ചു വെറും കൈയോടെ വരണത്? എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ? അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണ മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സംസാരിക്കാനൊന്നും സമയമില്ല. ജാഫർ സാധനം എടുക്കും. വീട്ടിൽ കല്യാണാലോചനകൾ വരുന്നുണ്ട്. ഞാനെന്ത് വേണം? നീ വിഷമിക്കണ്ട. വയസ്സാങ്കാലത്ത് ഒരു ചുറ്റിക്കളി. എല്ലാ കാര്യങ്ങളും പപ്പുവിന് അറിയാലോ. മരിക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ ആള് കൊള്ളാമല്ലോടെ. പലരും ഇന്റർനെറ്റിലൂടെ പ്രേമിക്കുന്ന ഈ നൂറ്റാണ്ടിൽ വിവരമില്ലാത്തതിന്റെ പൈങ്കിളി പ്രേമത്തിന് ഒരു പാസ്വേഡ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. മോളെ വിഷമിക്കാതെ, എല്ലാം എനിക്കറിയാം. അതെല്ലാം ശരിയാകും. ഓഹോ, അങ്ങനെയോ ഗോപാല? ഇത് തികച്ചും സൗജന്യമാണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു. ഇവൻ പാരയാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും. പ്രേമിച്ച് ഇപ്പോഴത്തെ ആണിനും പെണ്ണിനും തലയ്ക്ക് വട്ടായെന്നാ തോന്നണം. എല്ലാ കാമുകന്മാർക്കും പത്താണ്. അതൊരു ലോകസത്യമല്ല. ഇങ്ങനെ പോയാൽ തല്ലുകൊള്ള എന്നെ ചെയ്യും. നിന്റെ മോഹം നടക്കില്ല. എന്നെ വേദനിപ്പിച്ചിട്ട് മറ്റൊരാളുടെ കൂടെ. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. സ്നേഹിച്ചവരെ അകറ്റാൻ ശിവൻ ചേട്ടന് കഴിയൂ? അതിന് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മരണമായിരിക്കും. ആദ്യത്തെ ഒരാഴ്ച കാണും ഇത്. കുംഭമാസ നിലാവും കുമാരിമാരുടെ മനസ്സും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ബാക്കിയുള്ളവൻ എന്നും എങ്ങനെ വിധവനായി കഴിയാനായിരുന്നു. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഒരു വിദഗ്ധനായ പട്ടിപിടുത്തക്കാരനെ ഇവിടെ എത്തിക്കും. പണ്ട് കൊണ്ട് അച്ഛനായിരുന്നു കുറച്ചോണ്ടിരുന്നു. ഇപ്പൊ ഇവൻ നിക്കടാ അവിടെ. നിന്നെ ഞാൻ ഇന്ന് പിടിച്ചിട്ടേ പോവും. പട്ടിഷോണ്. നീയാണ് എന്റെ 101 ഈ പഞ്ചായത്തിലെ. എന്നെ വിടത്തില്ലടാ. എന്ത് പ്രഹസനമാണ് സജി. പല ഇനത്തിലും കണ്ടിട്ടുണ്ട്. ഇതുപോലൊരെണ്ണം ഓടരുത് ഓടരുത് ഓടരുത്. ഓടിയാൽ ഓടിച്ചിട്ട് പിടിക്കും. മോനെ, നീ ഇവിടെ ഒന്നും ജനിക്കേണ്ടവനല്ല. പിന്നെ നീ ജനിക്കേണ്ടവനേ അല്ല. പപ്പേട്ട, നമ്മൾ തമ്മിലുള്ള സ്നേഹം ശിവൻ ചേട്ടനെ ഒരുപാട് ദേഷ്യത്തിലാക്കിയിട്ടുണ്ട്. വീട്ടിൽ വന്ന് അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തെങ്കിലും ചെയ്യണം. അഹങ്കാരത്തിനൊരു പരിധിയുണ്ട്. പക്ഷെ ഇതിത്തിരി കടന്നുപോയി. ക്ഷമയുടെ നെല്ലിപ്പലയെ കണ്ടവനാ ഞാൻ. കാണിച്ചു കൊടുക്കാം. നീ അവളെ കെട്ടും അല്ലേടാ? അതേടാ, ഞാൻ അവളെ കിട്ടും. അവൾ എന്റെ പെണ്ണാ. എടഞ്ഞുള്ള നിപ്പ് കണ്ടില്ലേ? ഒറ്റയാന. നീ അവളെ കെട്ടും. തള്ളുന്നോടാ, തള്ളുന്നോടാ. ഇന്നാള് തള്ളിയിട്ട് കുണ്ടിമുത്തി ചാണത്തിന് തോന്നില്ല. ജോസഫേ, എന്തുകൊണ്ടത്? എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അവന്റെ കുടൽമാല മാലയെടുത്ത് തൽക്കാലം ക്ഷമിക്കേ. മാല വേണ്ടെന്ന് വെക്കാം. അതെ, ഓവർ ആക്ടിങ് വേണ്ട, കുറച്ച് കൂടുന്നുണ്ട്. ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ ആക്ടിങ് വേണം. ആക്ടിങ്ങിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ഇതെന്താ ഈ ശവം എങ്ങനെ പെരുമാറണേ? പിച്ച കിട്ടിയില്ല, പട്ടി കടിക്കുകയും ചെയ്തു. അതുപോലെ അയലോടി എന്റെ ഗതി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.